മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, മധുരം ജീവിത സായാഹ്നം എന്ന ഈ എപ്പിസോഡിൽ ജീവിതത്തിൻ്റെ സായങ്കാലം പ്രായമായ മാതാപിതാക്കൾക്ക് മക്കൾ നൽകുന്ന സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒക്കെ അനുഭവം, അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളെ പരിചയപ്പെടുത്തുകയാണല്ലോ ഈ എപ്പിസോഡിൽ. ഇന്ന് ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യമുള്ള സമാധാനവും സന്തോഷവുമുള്ള മാതാപിതാക്കന്മാരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന മക്കളുള്ള നല്ല ഒരു കുടുംബത്തെ പരിചയപ്പെടുത്താം. തലശ്ശേരി അതിരൂപതയിലെ മലബാറിൻ്റെ കുടിയേറ്റ മേഖലയിൽപ്പെട്ട വെള്ളരിക്കുണ്ട് ചെറുപുഷ്പ ദേവാലയ ഇടവകയിൽപ്പെട്ട ഒരു കുടുംബമാണ്. 47 വർഷങ്ങൾക്ക് മുമ്പ് മുട്ടിച്ചിറയിൽ നിന്ന് ഈ മലബാറിലെ ഈ കുടിയേറ്റ മേഖലയിലേക്ക് കുടിയേറിയ കൊട്ടുകാപ്പള്ളി കുടുംബം, ജോസഫ് മേരി ദമ്പതികൾ അവരുടെ മക്കളോടുകൂടി അവർ ഈ വെള്ളരിക്കുണ്ടിൽ വന്നുകൂടി ഒരുപാട് കഷ്ടപ്പാടിലൂടെ മുന്നോട്ട് നീങ്ങിയ കുടുംബം. ദൈവം 7 മക്കളെ നൽകി. 7 മക്കളെ നൽകിയതിൽ 4 പേരും ദൈവിക ശുശ്രൂഷയ്ക്കായി പോകുന്ന അനുഭവം. ഒരാൾ വൈദികനായി, 3 പേർ സിസ്റ്റേഴ്സായി, മിഷണറിമാരായി ശുശ്രൂഷ ചെയ്യുന്നു. എത്രയോ ദൈവാനുഗ്രഹമുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും, ഒരു കുടുംബം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ഒരു പാഠപുസ്തകം ഈ കൊട്ടുകാപ്പള്ളി കുടുംബം. ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് കാസർഗോഡ് വെള്ളരിക്കുണ്ട് പരേതനായ കൊട്ടുകാപ്പള്ളി ഔതക്കൊച്ച് എന്ന ജോസഫ് സേവ്യർ വല്യപ്പച്ചൻ്റെയും മേരി ജോസഫ് എന്ന വല്യമ്മച്ചിയുടെയും വീട്. 1964 കാലഘട്ടത്തിൽ കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ കുടിയേറി പാർത്തതാണ് ഈ കുടുംബം. തലശ്ശേരി രൂപതയിലെ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയമാണ് ഇവരുടെ ഇടവക പള്ളി. ചാച്ചൻ ഇവരെ വിട്ടുപിരിഞ്ഞിട്ട് വളരെ കുറച്ച് ദിനങ്ങളെ ആയിട്ടുള്ളൂ. ചാച്ചന്റെ ദീപ്ത സ്മരണകളിൽ നിന്ന് ഇന്നും ഈ കുടുംബം വിടുതൽ പ്രാപിച്ചിട്ടില്ല. വിശ്വാസ ജീവിതത്തിൽ ദൈവജനത്തിനും സമൂഹത്തിനും എന്നും മാതൃകയാക്കാവുന്ന ഒരു കുടുംബമാണ് ഔതക്കൊച്ച് മേരി ജോസഫ് ദമ്പതിമാരുടേത്. ചാച്ചന്റെ എല്ലാം എല്ലാമായ കുടുംബത്തിലെ വല്യമ്മച്ചി അമ്മൂമ്മയെ നമുക്ക് പരിചയപ്പെടാം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കൂടെ ഒരമ്മയുണ്ട്. ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് നീങ്ങിയ ഒരമ്മ. 84 വയസ്സിലെത്തി നിൽക്കുന്ന അമ്മയിലൂടെ ഈ കുടുംബത്തിന്, കൊട്ടുകാപ്പള്ളി കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ അമ്മ തന്നെ പങ്കുവയ്ക്കുന്നത് നമുക്ക് കേൾക്കാം. അമ്മയോട് ചോദിക്കട്ടെ, വിവാഹം കഴിഞ്ഞിട്ട് 66 വർഷം അല്ലേ ഒരുമിച്ച് നിങ്ങൾ ജീവിച്ചു. ആ ഒന്നിച്ചുള്ള ജീവിതം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് എങ്ങനെയാണ്? എല്ലാ സമയത്തും
എന്ത് കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് യോജിച്ച് ചെയ്യാറുള്ളൂ. ചാച്ചൻ എവിടെയെങ്കിലും പോകണമെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിലും എന്നോട് ചോദിച്ച് പറയാതെ ഒരിക്കലും ഒന്നിനും പോയിട്ടില്ല. മക്കളുടെ കാര്യത്തിനാണേലും എന്ത് ചെയ്യണമെങ്കിലും ആ സമ്മതത്തോടു കൂടി മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് മാത്രം പിള്ളേരുടെ കാര്യങ്ങൾ ചെയ്യാനും ഞങ്ങളുടെ സ്വന്തം കാര്യത്തിനാണേലും ചെയ്യാറുള്ളൂ. ഒന്ന് പള്ളിയിൽ പോകണമെങ്കിൽ പോലും ചാച്ചന് 2-3 വർഷമായിട്ട് പള്ളിയിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പോകുമ്പം എനിക്കിച്ചിരി സമയം പോയെങ്കിലും എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഞങ്ങൾ പോകാനൊരുങ്ങി ഞാൻ പോയി കഴിയുമ്പോഴത്തേക്കും അന്നേരമൊക്കെ തനിച്ചിവിടെ കിടക്കും. ഞാൻ വന്നു കഴിയുമ്പോഴേ പിന്നെ അന്നേരം തന്നെ ആ പള്ളിയിൽ ഏതച്ഛനാ കുർബാനയില്ലേ, കൊച്ചച്ഛനാണോ വലിയച്ഛനാണോ എന്നൊക്കെ ചോദിച്ച് ആ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞേക്കും. മക്കളാണേലും ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാവരും സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടല്ലോ അമ്മ പറഞ്ഞത്. ഭാര്യയും ഭർത്താവും ഒരേ മനസ്സ്, ഒരേ ചിന്ത, ഒരേ ആലോചന, ഒരേ തീരുമാനം. അതാണ് കുടുംബജീവിതത്തിൻ്റെ വിജയം. മക്കളെക്കുറിച്ച് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പ്രാർത്ഥിച്ച് ജീവിതം നയിച്ച ഈ അമ്മയും ജീവിത പങ്കാളിയുടെ അനുഭവമാണ് അമ്മ പറഞ്ഞത്. അത് തന്നെ ആണ് ആത്മീയ അടിത്തറയുള്ള കുടുംബമായതുകൊണ്ട് മക്കളെ അതനുസരിച്ച് ദൈവത്തിന് വേണ്ടി വളർത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. നല്ല മാതാവേ മരിയേ, നിർമ്മല യൗസേപ്പിതാവേ, നിങ്ങളുടെ പാദപങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേൻ. സൗഹൃദം കൈമുതലാക്കിയ ശാന്ത വ്യക്തിത്വങ്ങളാണ് ചാച്ചനും അമ്മമ്മയും. മക്കളോടും ബന്ധുക്കളോടും അയൽക്കാരോടും നാട്ടുകാരോടുമെല്ലാം അവർ ഈ സൗഹൃദം കാത്തുസൂക്ഷിച്ചു. എപ്പോഴും എല്ലാവരുടെയും കാര്യത്തിൽ ചാച്ചന് വ്യക്തിപരമായ അടുപ്പവും സൗഹൃദവുമായിരുന്നു. സ്വന്തം പിരിമുറുക്കങ്ങളും പരിഭവങ്ങളും ദൈവതൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് കുടുംബത്തിനു വേണ്ടി സ്വയം സമർപ്പിതമായ വ്യക്തിത്വങ്ങളായിരുന്നു ചാച്ചനും അമ്മമ്മയും. മക്കളുടെ ജീവിതത്തിലും ആ സ്നേഹവും അടുപ്പവും സൗഹൃദവുമെല്ലാം അവർ പോലും അറിയാതെ കടന്നുവന്നു. ഹൃദയഭാഷയിൽ ഈ മക്കൾ മാതാപിതാക്കളെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേൻ. എൻ്റെ പേര് സിസ്റ്റർ സുഷമ. ഞാൻ കൊട്ടുകാപ്പള്ളി കുടുംബത്തിലെ മൂത്ത മകളാണ്. എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്ന ഒരു സംഭവം, രാത്രി നമുക്കന്നൊക്കെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയമാണ്. അപ്പം അമ്മ പറയും, വിളക്ക് വയ്ക്കുന്ന സമയത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പ്രകാശം മാറി അന്ധകാരം വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് പൈശാചിക ശക്തികളൊന്നും നമ്മുടെ കുടുംബത്തിലോ നമുക്കോ ഏൽക്കാതെ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ മാലാഖ ചെല്ലണം. അപ്പം ഞങ്ങൾ മക്കൾ വിളക്ക് വെച്ച് വരാന്തയിലിരുന്ന് കർത്താവിൻ്റെ മാലാഖ ചൊല്ലി നന്മ നിറഞ്ഞ മറിയം ചൊല്ലുമ്പോൾ അമ്മ അടുക്കളയിലായിരിക്കും. അമ്മ അടുക്കളയിലിരുന്ന് പരിശുദ്ധ മറിയം ചൊല്ലും. അപ്പം അമ്മ എങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത്, ഇത്രയും വട്ടത്തിൽ നമ്മുടെ സൗണ്ട് എവിടം വരെയും പോകുന്നോ അത്രയും വട്ടത്തിൽ പൈശാചിക ശക്തികൾ നമ്മളെ ആക്രമിക്കത്തില്ല. അപ്പം ദൈവിക ശക്തി നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കും. പിന്നെ പ്രാർത്ഥനാ സമയം എന്ന് പറയുമ്പോൾ ചാച്ചനും അമ്മച്ചിക്കും പിള്ളേരും എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. എല്ലാ കാര്യത്തിനും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള ആ ഒറ്റുമ അതെനിക്ക് പ്രചോദനമായിരുന്നു. എൻ്റെ സന്യാസ ജീവിതത്തിലും ആ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് എല്ലാവരെയും അനുസരണയോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ പേര് ഷാജി, എൻ്റെ ഭാര്യ ഡെയ്സി. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകള് ഷൻസി, മൂത്ത മകൻ ഷെൽബിൻ, ഏറ്റവും ചെറിയ മകൻ ജസ്റ്റിൻ. മകളുടെ കല്യാണം കഴിഞ്ഞു, അവളെ എറണാകുളത്ത് കല്യാണം കഴിച്ചു വിട്ടു. മകൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ഗൾഫിലായിരുന്നു. ഇപ്പം ചാച്ചൻ്റെ ഈ നിര്യാണത്തെ തുടർന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ആളിപ്പം വേറെ ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഉള്ളത്. ഇളയ മകൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ചാച്ചനും അമ്മയും കോട്ടയം ജില്ലയിലെ മുട്ടിയറ എന്ന സ്ഥലത്ത് നിന്നും ഈ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന സ്ഥലത്തേക്ക് താമസം വരികയും അന്ന് വഴിയും
ഒന്നുമില്ലായിരുന്ന കാലഘട്ടത്തിൽ നടപ്പുവഴികളിലൂടെ നടന്നു കയറി ഈ മലയിൽ അധ്വാനിച്ച് പുനം കുത്തിയും കപ്പയിട്ടും കാട്ടുമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് തീറ്റ തരാനുള്ള ആ സംരംഭത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി. ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ ഞങ്ങൾ 5 മക്കളാണുള്ളത്. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 സഹോദരങ്ങളും കൂടെ ഉണ്ടായി. അങ്ങനെ ഞങ്ങളെ വളർത്തി പ്രാർത്ഥനയിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി, പഠിക്കേണ്ട സമയത്ത് പഠിക്കാനും അതുപോലെ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥനയ്ക്കും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും വളർത്തുകയും ഞങ്ങളെ എല്ലാ കാര്യങ്ങളും വേദപാഠത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ചെറിയ മക്കളായിരുന്ന സമയം മുതൽ അന്ന് ആകെ വെള്ളരിക്കൊണ്ട് പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് കാട്ടുവഴിയിലൂടെ വേണം പോകാൻ. അന്ന് പോകാനാണെങ്കിലും ഞായറാഴ്ച കുർബാനയ്ക്കും വേദപാഠത്തിനും ചാച്ചൻ കൃത്യമായിട്ട് ഞങ്ങളെ പറഞ്ഞു വിടുമായിരുന്നു. ആ കാര്യത്തിലൊക്കെ ചാച്ചൻ കൃത്യത അന്ന് ആ ചാച്ചനും അമ്മയെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് മക്കൾക്ക് കിട്ടിയിട്ടുമുണ്ട്. 34 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഈ കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ചാച്ചനും അമ്മയും എൻ്റെ മരുമകളായിട്ടല്ല കണ്ടിട്ടിരിക്കുന്നത്, സ്വന്തം മകളായിട്ട് തന്നെ കണ്ടിരിക്കുന്നത്. ചാച്ചൻ്റെ അമ്മയുടെയും പ്രാർത്ഥനാ ജീവിതം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ കുടുംബത്തിൽ എനിക്ക് ഒരു അംഗമായതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. എൻ്റെ പേര് സിസ്റ്റർ ഐലിൻ. എൻ്റെ കോൺഗ്രിഗേഷൻ കാർമലൈറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ട്രീസ, ഷോർട്ട് ഫോമിൽ പറയുമ്പോൾ CSST. എറണാകുളം സെൻറ്റ് തെരേസസ് കോൺവെൻറ്റിലാണ് ഞാനിപ്പോൾ അംഗമായിട്ടുള്ളത്. എനിക്കിപ്പോൾ ട്രാൻസ്ഫറായിട്ട് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിലേക്ക് മാറിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും എക്സ്പീരിയൻസിൽ നിന്നും കിട്ടിയിരിക്കുന്ന പ്രാർത്ഥനാ ചൈതന്യമാണ്. അവരുടെ ഒത്തൊരുമയുള്ള സഹകരണം, പരസ്പരം ക്ഷമിക്കുന്നതിനും സഹകരിച്ചു പോകുന്നതിനും എൻ്റെ കമ്മ്യൂണിറ്റി ജീവിതത്തിൽ വളരെ ഏറെ ഉപകാരപ്രദമായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തേലും ഒരു വിഷമം വന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അമ്മയും ചാച്ചനും പറയും, വിഷമിക്കണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കാനുണ്ടെന്ന്. എനിക്ക് എൻ്റെ സഹനത്തിലൂടെ പോയ നിമിഷങ്ങളിലൊക്കെ എൻ്റെ കമ്മ്യൂണിറ്റി എനിക്ക് സപ്പോർട്ടീവ് ആയിരുന്നെങ്കിലും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും എൻ്റെ അപ്പച്ചനും അമ്മയും ഇവിടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നെ കാണാൻ വന്നപ്പോഴും അവർ കരഞ്ഞപ്പോഴും എനിക്ക് ഉത്തേജനം നൽകിയത് അവരുടെ പ്രെയർ ലൈഫാണ് മുന്നോട്ട് പോകുന്നതിന്. എൻ്റെ പേര് റെജി. ഞാൻ എൻ്റെ ചാച്ചൻ്റെയും അമ്മയുടെയും ആൺമക്കളിൽ 2ാമനാണ്. മൊത്തം മക്കളിൽ ഞാൻ 4ാമനാണ്. ഇതെൻ്റെ ഭാര്യ ഗീത. ഗീതയും ഞാനും ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ്. എനിക്ക് 4 മക്കളുണ്ട്. ഒരാണും 3 പെണ്ണുമാണ്. മക്കളെല്ലാം അവിടെ തന്നെയാണ്. 2 പേര് അവരുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, അവർ ജോലിയിലായി. 3ാമത്തെ ആൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ചെയ്യുന്നു. 4ാമത്തെ ആൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ചാച്ചനും അമ്മയും കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്നത് ഒരു കുടുംബജീവിതം എങ്ങനെയായിരിക്കണം എന്ന് എനിക്കുള്ള ഏറ്റവും വലിയ പാഠപുസ്തകമായിരുന്നു എൻ്റെ ചാച്ചനും അമ്മയും. പ്രത്യേകിച്ചും പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രതിസന്ധികളെ നേരിടുന്ന സമയങ്ങളിലൊക്കെ ഏറ്റവും കാമാൻ ക്വയറ്റായിരിക്കാനായിട്ട് എങ്ങനെ ശാന്തതയിലായിരിക്കാൻ പറ്റുമെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ചാച്ചനും അമ്മയാണ്. പ്രത്യേകിച്ചും ചാച്ചനെ ഞാൻ ഈ കാര്യത്തിൽ പ്രത്യേകം ഓർക്കാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, വീട്ടിലെന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതൊന്നും കുടുംബത്തെ അഫക്റ്റ് ചെയ്യാതെ ഏറ്റവും ശാന്തതയോടെ അതിനെ നേരിടുവാനായിട്ട്, വിശ്വാസത്തിൽ അതിനെ നോക്കിക്കാണുവാനായിട്ട്, ആ ഒരു വിശ്വാസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാം ശരിയാകുമെന്നുള്ള ആ ഒരു വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാനായിട്ടൊക്കെ എന്നെ പഠിപ്പിച്ചത് ചാച്ചനാണ്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ഉപകാരപ്രദമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പം അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് വളരെ കൂളായിട്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നീ വളരെ കൂളാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ വളരെ കൂളാണ്. എൻ്റെ ചാച്ചനിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വലിയ ക്വാളിറ്റിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 28 വർഷമായി. ഈ കുടുംബത്തിൽ എന്നെ ചാച്ചനും അമ്മയും സ്വന്തം മകളെ പോലെയാണ് കരുതിയിട്ടുള്ളത്. ഒരിക്കലും ഞങ്ങളെ മരുമകളായിട്ട് കരുതിയിട്ടേ ഇല്ല. എനിക്ക് ഏറ്റവും പ്രചോദനമായിട്ടുള്ള അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ്. ചാച്ചനും അമ്മയും രാവിലെ 4 മണിയാകുമ്പം എഴുന്നേറ്റ് അവർ പ്രാർത്ഥിക്കും. അതിനുശേഷം അവർ പള്ളിയിൽ പോകും.
പ്രാർത്ഥനയ്ക്ക് അതുപോലെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ സഹോദരങ്ങൾ തമ്മിലാണേലും, ഞാൻ 2 മക്കൾ മാത്രമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഇവിടെ 7 പേര് ഉള്ളതുകൊണ്ട് എനിക്കൊത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള സ്നേഹവും ഐക്യവും കണ്ടപ്പോൾ അല്ലെ ഒരു കുടുംബം എങ്ങനെ പോകണം എന്നുള്ളത് ഇവിടെ നിന്നാണ് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും ചാച്ചൻ്റെ സമ്പത്തെന്ന് പറയുന്നത് വിശ്വാസമായിരുന്നു. എന്തൊക്കെ പ്രശ്നമുണ്ടായാലും ചാച്ചൻ അത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച്, ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ദൈവം എനിക്ക് സാധിച്ചു തരും എന്ന് പറയുമായിരുന്നു. ഞാൻ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ തലശ്ശേരി പ്രൊവിൻസിലെ അംഗമാണ്. ഞാൻ 2000 ആണ്ടിൽ ഒറീസ മിഷനിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി ഞാൻ കടന്നുപോയി. ഇപ്പോൾ 25 വർഷം തികയുന്നു. ഞാൻ മിഷനിലായിരിക്കുമ്പോഴും മിഷനിലേക്ക് പോകുവാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോഴും എൻ്റെ പേരൻസ് എനിക്കൊത്തിരി സപ്പോർട്ടീവായിരുന്നു. പിന്നെ ചെറുപ്പകാലത്തെ പറയുകയാണെങ്കിൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ എപ്പോഴും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും, പ്രത്യേകിച്ച് വിശുദ്ധ യൂദാസ്ലീഹായുടെ നൊവേന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകാൻ എൻ്റെ ചാച്ചനും അമ്മച്ചിയും, പ്രത്യേകിച്ച് ചാച്ചൻ ഒത്തിരി പ്രചോദനമായിരുന്നു. അവധിക്കാലങ്ങളിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, കൊന്ത നമസ്കാരങ്ങളിൽ പങ്കെടുക്കണം, കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെ പേരൻസ് ഒത്തിരി എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിജി ജോസഫ്. ഞാൻ കൊട്ടുവാപ്പള്ളി കുടുംബത്തിലെ 6ാമത്തെ അംഗമാണ്. എൻ്റെ ഭാര്യ ലിൻസി ജോൺ. എൻ്റെ മക്കൾ 3 പേരാണ് എനിക്കുള്ളത്. ജിസ്മരിയ, അവൾ ജർമ്മനിയിൽ പഠിക്കുകയാണ്. 2ാമത്തെ കുട്ടി റോസ്ലിൻ, 3ാമത്തെ ക്രിസ്റ്റി. എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അവരുടെ 7 മക്കൾ ഞങ്ങളുള്ളതിൽ എല്ലാവരെയും തുല്യതയോടെ കാണുന്നു എന്നുള്ള ഒരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആരെക്കുറിച്ച് പറഞ്ഞാലും പറയും, നിന്നേക്കാൾ കേമനായിട്ട് വേറൊരാളെ ഞാൻ കാണില്ല. ആ ഒരു കാഴ്ചപ്പാട് എപ്പോഴും അപ്പനും അമ്മയും തരുമായിരുന്നു. പ്രത്യേകിച്ചും പ്രാർത്ഥനയുടെ കാര്യത്തിൽ ചാച്ചപ്പി എപ്പോഴും എൻ്റെ ജീവിതത്തിൽ വിഷമസന്ധികൾ കുടുംബജീവിതത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചാച്ചപ്പിയോട് പറയും. അപ്പോൾ ചാച്ചപ്പി പറയും പ്രാർത്ഥിക്കാം. കുറേ കഴിഞ്ഞാലും ചാച്ചപ്പി അത് തിരിച്ച് ചോദിക്കും, നിൻ്റെ ആ വിഷമസന്ധികൾ എന്തായി, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? അങ്ങനെ ഓരോ കുഞ്ഞു ന്യൂനതകളിൽ പോലും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മാതാപിതാക്കളാണ് ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ചും അമ്മയാണേലും ചാച്ചനാണേലും അവരുടെ ആ സ്നേഹവും ഐക്യവും അത് ഞങ്ങളുടെ കുടുംബജീവിതത്തിലും പലപ്പോഴും ഞങ്ങൾക്ക് പ്രകടമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ കല്യാണം കഴിച്ചിട്ട് വന്നിട്ട് 23 വർഷമായി. എൻ്റെ ചാച്ചാപ്പിയും അമ്മച്ചിയും എന്നെ സ്വന്തം മകളെ പോലെയാണ് 23 വർഷമായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ എൻ്റെ പേര് വിളിച്ചിട്ടില്ല, മകളെ എന്നല്ലാതെ വേറെ ഒന്നും വിളിച്ചിട്ടില്ല. അതുപോലെ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ടായിരുന്നു ചാച്ചാപ്പി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജിജേട്ടനിപ്പം അത്താഴം കഴിക്കാൻ വേണ്ടി താമസിച്ചെങ്കിൽ ചാച്ചാപ്പി പറയും, അവൻ വരട്ടെ, അവൻ വന്നിട്ട് നമുക്ക് കഴിക്കാം, ഒരു പ്രശ്നമില്ല. 10 മണി വരെയാണെങ്കിലും കാത്തിരിക്കും. എനിക്ക് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി ജിജേട്ടൻ്റെ ഇവരൊക്കെ പറയുമ്പോൾ ചാച്ചാപ്പി പറഞ്ഞ്, എൻ്റെ പെൻഷൻ കാശുണ്ട് മോളെ, നീ പോയിട്ട് ഡ്രൈവിങ് പഠിക്കുക, അങ്ങനെ ആ കുട്ടനെ കൊണ്ടുവിടാനൊക്കെ നിനക്ക് എളുപ്പമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചാച്ചാപ്പി അമ്മച്ചിയും കൂടെയാണ് എനിക്ക് മുൻകൂർ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ എല്ലാത്തിനും വിട്ടത്. എനിക്കിതുപോലൊരു കുടുംബത്തിൽ വരുവാനും ഇതുപോലെ സ്നേഹമുള്ള പ്രാർത്ഥനയുമുള്ള മാതാപിതാക്കളെ കിട്ടിയതിന് ഞാൻ ഒത്തിരി തമ്പുരാനും നന്ദി പറയുന്നു. ഞാൻ ഫാദർ അനീഷ് കുട്ടുകാപ്പള്ളി. ഈ കുടുംബത്തിലെ 7 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ്. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ വൈദികനാണ്. ഇപ്പോൾ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഈ കുടുംബത്തിൽ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെയുള്ള ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഗുണം അഥവാ പ്രത്യേകത ഞങ്ങളുടെ കുടുംബത്തിലെ സ്നേഹവും കൂട്ടായ്മയുമാണ്. ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിലോ മാതാപിതാക്കൾക്കിടയിലോ വഴക്കോ പിണക്കമോ ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ അപ്പനും അമ്മയും ഇത്രയും കാലം ജീവിതത്തിൽ എപ്പോഴും കാണിച്ച പരസ്പര സ്നേഹവും വിശ്വസ്തതയുമാണ്. ചാച്ചൻ്റെ അമ്മയുടെ ജീവിതത്തിൽ എല്ലാവരും പറയുന്നത് പോലെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വലിയൊരു കൃപ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും ചാച്ചനും അമ്മയും കരിസ്മാറ്റിക് പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. എന്തൊക്കെ പണികളുണ്ടെങ്കിലും വെള്ളിയാഴ്ചകളിൽ അവർ ഉപവാസം എടുക്കുകയും പള്ളിയിൽ വെച്ചുള്ള കരിസ്മാറ്റിക് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പോവുകയും ചെയ്യുമായിരുന്നു. ചാച്ചൻ മരിച്ചു പോയെങ്കിലും സ്വർഗ്ഗത്തിൽ ഇരുന്നു കൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ ശക്തമായി ചാച്ചൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം.
അമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ സ്നേഹവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ബലമാണ്. ഞങ്ങൾക്ക് നല്ല മാതൃക നൽകിയ, വിശ്വാസ തീക്ഷ്ണതയുള്ള നല്ല മാതാപിതാക്കളെ നൽകിയ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മമ്മയുടെ അരികിലിരുന്ന് ചാച്ചാപ്പിയെ ഓർക്കുമ്പോൾ കൊച്ചുമക്കളുടെ കണ്ണുകൾ ഈറനണിയുന്നു. സത്യത്തിലും ആരാധിക്കുന്നു. എൻ്റെ പേര് റോസ്ലിൻ ജിജി. ഞാൻ കുട്ടുകാപ്പള്ളി കുടുംബത്തിലെ മൂന്നാമത്തെ ആൺമകൻ്റെ മകളാണ്. ഞങ്ങൾക്ക് ചാച്ചനെ അമ്മച്ചിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകളാണ്, പ്രത്യേകിച്ച് പ്രാർത്ഥനാ കാര്യത്തിൽ. ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചാച്ചൻ പറയും, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പ്രാർത്ഥിച്ചോ, പേടിക്കണ്ട. ഇപ്പം എനിക്ക് എൻ്റെ ഒരു എക്സാമിന് ഇപ്പം ഞാൻ ഫെയിലായാൽ അത് നീ പേടിക്കണ്ട, അത് നിനക്ക് ദൈവം തരും. ഇതല്ലെങ്കിൽ വേറൊരു വഴി, അത് എപ്പോഴും നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമെന്ന് പറയും. അതുപോലെ തന്നെ അമ്മച്ചി ഇങ്ങനെ ഞങ്ങൾക്ക് വിശുദ്ധവാരങ്ങളെക്കുറിച്ചുള്ള കുറേയേറെ കഥകളും നോയമ്പിൻ്റെയും മറ്റ് ഉപവാസത്തിൻ്റെയും കാര്യങ്ങളും ഒരുപാട് ഞങ്ങൾക്ക് കഥകളിലൂടെയും പാട്ടുകളിലൂടെയൊക്കെ അമ്മച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ എപ്പോഴും കൈകൂപ്പി നിന്നിട്ടുണ്ട്. ഞാൻ ചാച്ചനെ വിളിക്കുന്നത് ചാച്ചാപ്പി എന്നാണ്. ചാച്ചാപ്പീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ചാച്ചാപ്പി ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് എന്നെ പ്രാർത്ഥനയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു. ചാച്ചാപ്പി എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഞാനാ വീട്ടിൽ കൊന്ത ചെല്ലുന്നത്. അപ്പം എന്തെങ്കിലും കൊന്ത ചെല്ലുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നാൽ ചാച്ചൻ പറയും, നീ അതങ്ങനെയല്ല ചെല്ലേണ്ടത്, നീ ആദ്യം മുതൽ ചെല്ല്, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. അതുപോലെ അമ്മച്ചി എല്ലാ ദിവസവും വൈകുന്നേരം കുരിശിൻ്റെ വഴിയുടെ ഒരു പ്രാർത്ഥന ചൊല്ലിയായിരുന്നു. അമ്മച്ചി ഞാനും ഇടയ്ക്കിടയ്ക്ക് അത് വായിക്കാറുണ്ട്. അപ്പോൾ അമ്മച്ചി എന്നെ അത് വായിച്ച് കേൾപ്പിക്കും. അമ്മച്ചി രാത്രി എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നെ അമ്മച്ചി എനിക്ക് കുറേ പഴയ പാട്ടുകൾ, അതായത് പഴയ ഈശോയുടെ പാട്ട്, കുരിശിൻ്റെ വഴിയിലെ പാട്ട്, അങ്ങനത്തെ കുറേ പാട്ടുകൾ പറഞ്ഞു തരും. പിന്നെ പഴയ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. വെള്ളരിക്കുണ്ട് ചെറുപുഷ്പ ഇടവക ഒരു വലിയ ഫൊറോനയാണ്. ആ ഫൊറോനയുടെ ഇടയൻ ഫാദർ ജോൺസൺ അന്ത്യാങ്കുളം. ആ ഇടവകയിൽപ്പെട്ട എല്ലാ അജഗണങ്ങളുടെയും മനസ്സറിയുന്ന, അവരുടെ ഒപ്പം നീങ്ങുന്ന, അതിനേക്കാൾ ഉപരി അവരെ ആത്മീയതയിലേക്ക് നയിക്കുന്ന നല്ല ഇടയൻ. ആ അച്ഛൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ വളർച്ചയിൽ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബമായത് എന്ന് പറയുമ്പോഴേക്കും മാതാപിതാക്കന്മാർ, മക്കൾ, കൊച്ചുമക്കൾ, ഇങ്ങനെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസത്തിൻ്റെ ആഴമേറിയ ബോധ്യം അവർക്കുണ്ട്. മാത്രമല്ല, പള്ളിയോടെ ആണെങ്കിലും വൈദികരോടാണെങ്കിലും ഞങ്ങളുടെ സഭാ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരോടാണെങ്കിലും മറ്റ് ജനതകളോടാണെങ്കിലും ഒത്തിരി സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ്. പണ്ട് ഈ മാതാപിതാക്കന്മാർ മക്കളെ ഒത്തിരി കരുതലോടെ സംരക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ അതിന് പ്രതിഫലമാകാം ഈ മക്കൾ മാതാപിതാക്കളും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക മാത്രമല്ല, പ്രത്യേകിച്ചും ഈ പ്രായമേറി വരുമ്പോൾ അവരുടെ അനുദിന കാര്യങ്ങളിൽ ഈ മക്കൾ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്കും അനുഭവമുള്ള കാര്യം തന്നെയാണ്. ഇത് ഈ കാലഘട്ടങ്ങളിൽ മറ്റു വ്യക്തികൾ, കുടുംബങ്ങൾക്കും ഇത് മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു ഉദാഹരണം കൂടിയാണ്. ഈ ചാച്ചൻ്റെയും അമ്മമ്മയുടെയും ജീവിതം പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിരുന്നു. ഉത്തമ വിശ്വാസത്തിൽ മക്കളെ വളർത്തണം എന്ന കാര്യത്തിൽ കൊച്ചുമക്കൾ ചാച്ചാപ്പി എന്ന് വിളിക്കുന്ന ചാച്ചന് നിർബന്ധമായിരുന്നു. മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്കായുള്ള അന്വേഷണങ്ങളാണ് ഇവരുടെ നാവിൽ നിന്നും പുറപ്പെടുന്നത്. കർത്താവിൻ്റെ അനുഗ്രഹം ഇത്രയേറെ നിറഞ്ഞു തുളുമ്പുന്ന മറ്റൊരു ഭവനമുണ്ടാകുമോ? മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും ചാച്ചാപ്പി വ്യക്തിപരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അവയെല്ലാം നടന്നു കിട്ടിയോ എന്ന് അന്വേഷിക്കുകയും ചെയ്യും. അമ്മമ്മ എല്ലാറ്റിനും നിഴൽ പോലെ ചാച്ചാപ്പിയുടെ കൂടെ നിൽക്കും. ഇതുപോലൊരു ചാച്ചാപ്പിയും അമ്മമ്മയും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.
ഈ ലോകത്തിൽ നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത 2 പേർ നമ്മുടെ മാതാപിതാക്കന്മാരാണ്. പ്രായമാകുമ്പോൾ അവരെ എങ്ങനെ മക്കൾ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കണമെന്ന് ഒരു നല്ല സന്ദേശം കണ്ണൂർ രൂപതയുടെ മെത്രാൻ അഭിവന്യ അലക്സ് വടക്കന്തല പിതാവ് നൽകുന്നത് നമുക്ക് കേൾക്കാം. സ്നേഹമുള്ളവരെ, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്. അവർക്ക് നമുക്ക് ജീവൻ നൽകി, ജീവൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി. അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സംരക്ഷിക്കേണ്ട കടമയും കർത്തവ്യവും ഉത്തരവാദിത്വവും നമ്മുടേതാണ്. അങ്ങനെ അവരെ സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും പ്രത്യേകിച്ച് വാർദ്ധക്യാവസ്ഥയിൽ സംരക്ഷിച്ചും നമുക്ക് കുടുംബജീവിതം കൂടുതൽ ഭാസുരമാക്കാം. മക്കളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം, സമ്പന്നത മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് പാപ്പ അമോരിസ് ലെറ്റീസിയെ സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന ആ പ്രബോധനത്തിൽ കുടുംബങ്ങളുടെ ആ പരസ്പരമുള്ള ബന്ധത്തെ ഓർപ്പിച്ചു പറയുക, മാതാപിതാക്കന്മാരോടുള്ള കടമകളും കർത്തവ്യങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സമ്പന്നമാക്കാനാണ്. നമുക്കത് സാധ്യതമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടമാണ് എന്ന് പറയാൻ തോന്നുന്ന ഒരു കുടുംബത്തിലാണ് ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. നസ്രസിലെ തിരുക്കുടുംബം സ്വർഗത്തിൻ്റെ ഒരു ഭൂമിയിലെ പതിപ്പാകുവാൻ വേണ്ടി ദൈവം വിഭാവനം ചെയ്തതാണല്ലോ. അവിടെ നസ്രസിലെ തിരുക്കുടുംബം ഭൂമിയിലെ പതിപ്പായി. അതിനു മുമ്പ് ഒരു കുടുംബം രൂപീകരിച്ചു, പർദീസായിലെ കുടുംബം. അവിടെ ദൈവം അവരോടൊപ്പമായിരുന്നു. പക്ഷെ ഒരു പ്രഭാതത്തിൽ ദൈവത്തെ പുറത്താക്കി പിശാചിനെ ഉള്ളിൽ കയറ്റി ഓർ പർദീസായിക്ക് വെളിയിലായി. നേരെ മറിച്ച് നസ്രസിലെ തിരുക്കുടുംബത്തിൽ നേരെ വിപരീതം. ദൈവത്തെ ഉള്ളിൽ ആക്കിക്കൊണ്ട് 2 പേർ, ജോസഫും മേരിയും, അത് തിരുക്കുടുംബമാക്കി. ഇവിടെ ഒരു ജോസഫും ഉണ്ട്, ഒരു മേരിയും ഉണ്ട് കൊട്ടുകാപ്പള്ളി കുടുംബത്തിൽ. ആ കുടുംബത്തെ നയിച്ച അമ്മ മേരി, ജ്വലിക്കുന്ന അനുഭവം. കൊച്ചുമക്കളിൽ വരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇൻസ്പിരേഷൻ, റോൾ മോഡലായി മാതാപിതാക്കൾ തീരുന്ന അനുഭവം. ഈ കൊട്ടുകാപ്പള്ളി കുടുംബത്തിനും ഈ അമ്മയ്ക്കും, അമ്മയുടെ മക്കൾ, കൊച്ചുമക്കൾ എല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു നല്ല കുടുംബത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 9747775370.